ഗുഡ് മോർണിംഗ്. ബാക്ക് ടു ട്രാക്ക്. മിക്ക അമ്മമാരുടെ അവസ്ഥയായിരിക്കും അല്ലേ. ഇന്ന് നമ്മുടെ സ്കൂൾ തുറക്കാൻ പോവാണ്. മക്കളിലൊക്കെ സ്കൂളിലേക്ക് പോവാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുകയാണ്. എഴുന്നേൽക്കേണ്ട സമയം നേരത്തെ ആവുകയാണ്. 2 മാസം വെക്കേഷനായിരുന്നു മക്കൾക്ക്. അതുപോലെ എനിക്കും 2 മാസമായിട്ട് വെക്കേഷനായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ അങ്ങനെയല്ല. രാവിലെ നേരത്തെ എണീക്കണം. ഒരു 8-8:15 ആകുമ്പോഴത്തേക്ക് ലഞ്ചടക്കം ആവണം. മക്കളുടെ സ്കൂൾ പോക്ക് പ്രമാണിച്ച് മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട്. ഞാൻ എഴുന്നേറ്റ പാടെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കും. അപ്പം ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഉണ്ടാക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് എനിക്കൊരു സമാധാനമാണ്. പുട്ടിൻ്റെ കൂടെ കടലയാണെങ്കിലും ചെറുപയറാണെങ്കിലും ഒക്കെ പോകും കേട്ടോ. ഇനി പുട്ടും പഴമാണെങ്കിൽ അതും ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ അംഗസംഖ്യ കുറവായതുകൊണ്ട് കിച്ചണിലെ പണിയൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോഴേക്കും മീനാക്ഷി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പല്ലുതേപ്പൊക്കെയാണ്. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ചൂടുവെള്ളം എനിക്ക് ചിയാ സീഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഒരു 1/4-3 മണിക്കൂറോളം ഞാൻ ചിയാ സീഡ് ഈ വെള്ളത്തിൽ പൊതിർത്തി വെക്കും. ശേഷം നമ്മുടെ ചെറുനാരങ്ങ ഒഴിച്ചിട്ട് കുടിക്കും കേട്ടോ. അപ്പം ഇപ്പം അത് കുടിച്ചിട്ടില്ലെങ്കിൽ രാവിലെ തന്നെ കുടിക്കണം. അല്ലെങ്കിൽ എന്തോ കൈ വറക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും ഗൈസ്. നല്ല ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. സ്കിന്നിനും ഹെയറിനൊക്കെ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെയിറ്റ് ലോസിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി വർക്കൗട്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ സൗണ്ട് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. എനിക്ക് വയ്യ, ചെറിയ പനിയൊക്കെ ഉണ്ട്. മീനാക്ഷി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പിയാണ്. അതിലേറെ എക്സൈറ്റഡ് ആണ് കേട്ടോ. അവളുടെ പുതിയ ബാഗും ചെരുപ്പും ടിഫിൻ ബോക്സും എല്ലാം പുതിയതാണല്ലോ. അപ്പോൾ ഇതൊക്കെ അവരെ ഫ്രണ്ട്സിന് കാണിക്കണമല്ലോ. പിന്നെ ഈ വർഷം ഡിവിഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അവളുടെ ഫ്രണ്ട്സൊക്കെ കൂടെ കാണുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിളിക്കാതെ തന്നെ ഇന്ന് നേരത്തെയൊക്കെ എഴുന്നേറ്റ് കേട്ടോ. പോകെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പുഷ് ചെയ്യേണ്ടി വരും. അപ്പോഴേക്കും എൻ്റെ പുത്രൻ്റെ ടൈമായി. അദ്ദേഹം എഴുന്നേറ്റിട്ട് ബെഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരണമെങ്കിൽ എൻ്റെ ഒരു ഹെൽപ്പ് അവൻ ആവശ്യമുണ്ട്. എന്നാലേ അദ്ദേഹം ഇങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ. അത് ഞാൻ എടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ അവന് അത്രയും സന്തോഷം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മീനുവിന് കൊടുത്തു. ഞാൻ പിന്നെ കഴിക്കുള്ളൂ കേട്ടോ. എനിക്കിങ്ങനെ സമാധാനത്തോടെ തിരക്ക് പിടിച്ച് കഴിക്കാൻ പറ്റില്ല. സമാധാനത്തോടെ ഇരുന്ന് കഴിക്കണം. ഇനി ചേച്ചി കഴിക്കുമ്പോൾ ഓരോരുള്ള ജഗന്നാഥനും കിട്ടണം. രാവിലെ തന്നെ അച്ഛൻ വിളിച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കേട്ടോണ്ടാണ് അവളുടെ ചായ കുടി. ഹെയറിന് ഇത്തിരി ലെങ്ത്തൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വൈറ്റ് റിബൺ വെച്ചിട്ട് കെട്ടി വെക്കണം കേട്ടോ. കഴിഞ്ഞ വർഷം വരെ ഞാൻ അങ്ങനെ ഫുള്ള് കട്ട് ചെയ്ത് കളയാറാണ് പതിവ്. ഈ വർഷം അവളുടെ താല്പര്യാർത്ഥം ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ചെറിയ മുടിയാകുമ്പം കൊണ്ടു നടക്കാനും എളുപ്പമാണല്ലോ. അപ്പോൾ എൻ്റെ കുട്ടി പോവാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റേതായ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ബൈ ബൈ.